أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. صبغة الله ومن أحسن من الله صبغة ونحن له عابدون. അന്യ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സൗദ് ഷുറൈമാണ് സംസാരിച്ചത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം ഈ വിശുദ്ധ പ്രസ്ഥാനമാകുന്ന നാം ഉൾക്കൊള്ളുന്ന, അള്ളാഹു നമ്മെ ബഹുമാനിച്ച് ആദരിച്ച ഈ മതം, അതിൻ്റെ അഖ്ലാഖിലൂടെ, അതിൻ്റെ നിയമവിധി വിലക്കുകളിലൂടെ, അതിൻ്റെ നിയമാവലികളിലൂടെ, അതിൻ്റെ ഹക്കാമുകളിലൂടെ അത് എത്രമാത്രം ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ ഒരു മതമാണ്. അതിനോട് കടപിടിക്കുന്നതായ ഒരു നിയമമോ ഒരു ശാസ്ത്രമോ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നതുമല്ല, ഉണ്ടാവാൻ സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ ഇസ്ലാം, അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് മൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, വർണ്ണത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട വർണ്ണത്തിന്റെ ഉടമ അഥവാ ദീൻ, അള്ളാഹുവിന്റെ ദീനിനേക്കാളും നല്ല ദീൻ, അള്ളാഹു നമുക്ക് നൽകിയതായ ഇസ്ലാമിക ഫിത്രത്തിനേക്കാളും നല്ല ഫിത്രത്ത്, നല്ല ജീവിതം, നല്ല ജീവിത രീതി, നല്ല നിയമാവലി, നല്ല അഹ്കാമുകൾ വേറെ എന്തുണ്ട്, എവിടെയുണ്ട്, ഏതുണ്ട് എന്നതാണ്. അഥവാ ഇല്ല, അത് മനുഷ്യ നിർമ്മിതമായത് ഒരിക്കലും ഷിട്ടാവ് ഇറക്കിയതിനോട് തുല്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്ന അർത്ഥത്തിലേക്ക്. അത് തന്നെയാണ് ഹിറക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു അവർ മുസ്ലിമാകുന്നതിന് മുമ്പ് കച്ചവടക്കാരുമായി പോയതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആ കൊട്ടാരത്തിൽ വെച്ചിട്ട് ചോദിച്ചതായ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഈ മതത്തിലേക്ക് വല്ലരും കടന്നു വന്നാൽ ആ മതത്തിൽ നിന്നിട്ട് ഒഴിവാക്കി, അതിനെ വെറുത്തുകൊണ്ട് അറുത്തുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടാത്ത ഒഴിവാകുന്ന മുർത്തദ്ദാകുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെ സംഭവിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിറക്കലിന്റെ മറുപടി എന്തായിരുന്നു? തൗറാത്തും ഇഞ്ചീലും ഗ്രന്ഥങ്ങളെല്ലാം അറിയുന്ന, പഠിച്ച, അഗാധമായി അതിനെക്കുറിച്ചുള്ള പാണ്ഡിത്യമുള്ളതായ ആ രാജാവിന്റെ മറുപടി എന്തായിരുന്നു? ഹാകദൽ ഈമാൻ ഹീന തുഖാലിതു ബശാശതുൽ ഖുലൂബ്. അങ്ങനെയാണ് സത്യവിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പ്രകാശം ലംഘിച്ചു കഴിഞ്ഞാൽ, അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നിട്ട് പുറത്തു പോകലില്ല, അതിനെ ഒഴിവാക്കലില്ല, അതിനെ വെറുക്കലില്ല. അങ്ങനെയാണ് ഈമാനിൽ സ്വഭാവം എന്നതാണ്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ആരും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിനോട് വെറുത്തുകൊണ്ട് മുർത്തദ്ദായി പോകുന്ന സ്വഭാവമേ ഇല്ല. അഥവാ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ കടക്കുമ്പോൾ തന്നെ രണ്ട് തോണിയിൽ കാലുവെക്കുന്നത് പോലെ പരിപൂർണമായി ഇസ്ലാമിനെ പഠിക്കാതെ, ഗ്രഹിക്കാതെ, ഉൾക്കൊള്ളാതെ, പ്രീതിപ്പെടാതെ വന്ന ആളായിരിക്കാം. ഇസ്ലാമിന്റെ യഥാർത്ഥ ശൈലിയും ഇസ്ലാമിനെ കുറിച്ചുള്ളതായ യഥാർത്ഥ ഇൽമും ഒരാൾ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുസുന്നത്തിലൂടെയും പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ അദ്ദേഹം പിന്നെ ആ ഇസ്ലാമിൽ നിന്നിട്ട് ഇസ്ലാമിനോട് വെറുക്കുകയോ അറക്കുകയോ അറുത്തുകൊണ്ട് മുർത്തദ്ദാവുകയോ ചെയ്യുന്നതായ സ്വഭാവം കാണാൻ സാധിക്കുന്നതല്ല. അതെ, അങ്ങനെയുള്ള ആ മഹാമതം, ആ മഹാ നിയമാവലി, ആ മഹാ അള്ളാഹുവിന്റെ ഹക്കാമുകൾ ഉൾക്കൊള്ളുന്നതായ ഈ നിയമാവലികൾ അത് എപ്പോഴും തുറിച്ചു നിൽക്കുന്നു, അതെപ്പോഴും ഉയർന്നു നിൽക്കുന്നു, അതെപ്പോഴും എല്ലാ നിയമങ്ങളെക്കാൾ, എല്ലാ ശാസ്ത്രത്തെക്കാൾ, എല്ലാ വിധിവിലക്കുകളെക്കാൾ, എല്ലാ മതങ്ങളെക്കാൾ, അഥവാ മതങ്ങൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ എല്ലാറ്റിനേക്കാളും ഉയർന്നു നിൽക്കുന്നതാണ് ഈ മതം, ഇസ്ലാമിക മതം, ഇസ്ലാമാകുന്ന മതം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാതെ മറ്റൊന്നിനെ മതമായി സ്വീകരിക്കുകയാണെങ്കിൽ, അവന്റെ ജീവിത ശൈലിയായി, ജീവിത രീതിയായി അംഗീകരിക്കുകയാണെങ്കിൽ, അവൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉൾക്കൊള്ളുന്നതായ ആ ജീവിത ശൈലിയും ജീവിത രീതിയും അത് ഈ ഇസ്ലാം അല്ലാതെ മറ്റൊന്നിനെ അംഗീകരിക്കുകയാണെങ്കിൽ അവനിൽ നിന്നിട്ട് അത് സ്വീകരിക്കുക തന്നെ ഇല്ല.
ആ തത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ സ്ഥിരീകരിക്കുന്നതായ മറ്റൊരു ശൈലിയാണ് സിബഗത്തല്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ സിബഗ, ഇതാണ് അല്ലാഹുവിന്റെ വർണ്ണം, അല്ലാഹുവിന്റെ മതം, അല്ലാഹു നമുക്ക് ഇറക്കിയതായ ദീൻ. ഒമൻ അഹ്സനു മിനല്ലാഹി സിബഗ, അല്ലാഹുവിനേക്കാളും നല്ല രൂപത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന അവന്റെ ദീനിനേക്കാൾ, അവന്റെ മതത്തേക്കാൾ, അവന്റെ നിയമാവലിയേക്കാൾ, അവൻ ഇറക്കിയതായ വിധി വിലക്കുകളേക്കാൾ ഏറ്റവും ഉത്തമമായത് മറ്റെന്തുണ്ട് അഥവാ ഇല്ല എന്ന അർത്ഥത്തിലേക്ക്. അങ്ങനെയുള്ള ആ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മക്ക ഇമാം സംസാരിക്കാൻ ആരംഭിച്ചത്. അതെ, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പ്രസംഗിച്ച പ്രസംഗത്തെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിനെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി ഖുതുബയുടെ തുടക്കത്തിൽ. അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ മിമ്പറിന്റെ മീതെ സുബ്ഹ് നമസ്കാര ശേഷം ഖിയാമത്ത് നാളെ വരെ വരാൻ പോകുന്ന സർവ്വ കാര്യങ്ങളെ വിശദീകരിച്ചു. എത്രത്തോളം മഹാനായ ഹുദൈഫ പറയുന്നു, റസൂൽ ഒഴിവാക്കിയതായ, വരാൻ പോകുന്ന കാര്യങ്ങളിൽ റസൂൽ ഒഴിവാക്കിയതായ ഒന്നുമില്ല. തുടർച്ചയായിട്ട് സുബഹ് മുതൽ ളുഹർ വരെ, ളുഹർ മുതൽ അസ്ർ വരെ, അസ്ർ മുതൽ മഗ്രിബ് വരെ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട പ്രസംഗം നടത്തി. അതിൽ വരാൻ പോകുന്ന സർവ്വ കാര്യങ്ങൾ വിവരിച്ചു. വിവരിച്ചപ്പോൾ അറിഞ്ഞവർ അറിഞ്ഞു, പഠിച്ചവർ പഠിച്ചു, ഉൾക്കൊണ്ടവർ ഉൾക്കൊണ്ടു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ നീണ്ട പ്രസംഗത്തെ കുറിച്ച് പറയുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും അലൈക്കും ഹറാം എന്ന ആ ഭാഗത്തെ ആണ് പിന്നെ ഊന്നിപ്പറഞ്ഞത് മക്ക ഇമാം. നമ്മുടെ പരസ്പരമുള്ളതായ ആ ചോര പിച്ചു ചീന്തുക ഒരിക്കലും പാടുള്ളതല്ല. ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും, നിങ്ങളുടെ സമ്പത്തും അങ്ങനെ തന്നെ പിച്ചു ചീന്താൻ പാടുള്ളതല്ല. അതിനെ അപഹരിക്കാനോ, അതിനെ മറ്റുള്ളവരുടെ സമ്പത്തിനെയോ മറ്റുള്ളവരുടെ ചോരയെയോ അഥവാ മറ്റുള്ളവരുടെ ശരീരം, നഫ്സ്, അത് മുഹറമത്തായ നഫ്സാണ്. അതിനെ തൊട്ട് കളിക്കാൻ, അതിനെ ആക്രമിക്കാൻ, അതിനെ കൊല്ലാൻ, അല്ലെങ്കിൽ ഏത് രൂപത്തിലും അതിനെ ഒരു ഭീഷണി പോലും ഉണ്ടാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ, പ്രത്യേകിച്ച് മുസ്ലിമായ മനുഷ്യനെ, അതെ, എല്ലാം നിങ്ങൾക്ക് അത് ഹറാമാണ് എന്ന് റസൂല് ലോകത്തോട് വിടവാങ്ങിയതായ ആ പ്രസംഗത്തിൽ വരേക്കും, അഥവാ ഹജ്ജത്തുൽ വദായിൽ നടന്നതായ പ്രസംഗത്തിൽ മിനയിലും അറഫയിലുമെല്ലാം പ്രസംഗിച്ച സന്ദർഭത്തിൽ സൂചിപ്പിച്ച ഭാഗമാണ് ആ ഭാഗം. അഥവാ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർവചനം. നിങ്ങൾ പരസ്പരം, നിങ്ങളുടെ ദിമാഗ് ഹറാമാണ്, അങ്ങും ഇങ്ങും പിച്ചു ചീന്താൻ പാടുള്ളതല്ല നിങ്ങളുടെ ചോര. അപ്രകാരം തന്നെ നിങ്ങളുടെ അഭിമാനം ഹറാമാണ്, അങ്ങും ഇങ്ങും ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല, അവരെ തരം താഴ്ത്തി കാണാൻ പാടുള്ളതല്ല, അവരെ അഭിമാനത്തെ അത് ഒരിക്കലും അതിന് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ളതായ സമീപനം അരുത്, പാടുള്ളതല്ല എന്ന് മുസ്ലിങ്ങളോടുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന. അത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ അല്ലെങ്കിൽ മിനയിലെല്ലാം പ്രസംഗിച്ച പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞതുപോലെ സഹാബാക്കളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതായിട്ട് നാം കണ്ടു, താബിഈങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതായിട്ട് നാം കണ്ടു. ആ മഹാതത്വമാണ് ഇസ്ലാമിനെ മറ്റു മതങ്ങളെക്കാളും വ്യത്യസ്ത വിദഗ്ധതയുള്ളതായ ഒരു മതമായി, ഒരു നിയമമായി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. മറ്റുള്ളതായ ഏത് തത്വങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ തത്വങ്ങളിലെല്ലാം വീഴ്ചകൾ കാണാം. ഇസ്ലാം അത് കാണുന്നതല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങൾ വിവരിച്ചതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും, നിങ്ങളുടെ സമ്പത്തും അങ്ങനെ തന്നെ, സമ്പത്തിനെ വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ അഭിമാനം സംരക്ഷിക്കുക, അതിനെ പവിത്രതയുള്ളതാക്കി കാണുക, ഒരു മുസ്ലിമിന്റെ ശരീരത്തെ, നഫ്സിനെ സംരക്ഷിക്കുക, അതിനെ പവിത്രതയുള്ളതായിട്ട് കാണുക, ഒരു മുസ്ലിമിന്റെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ അംവാലുകളെ, സമ്പത്തുകളെ, അത് സുരക്ഷിതത്വം അതിന് നൽകുക, അതിൽ കൈ കടത്താതിരിക്കുക, അവകാശമില്ലാതെ കൈ കടത്താതിരിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിപ്പറഞ്ഞതായ ഭാഗമായിരുന്നു. അത് ഇസ്ലാം ഊന്നിപ്പറയുന്നതായ പ്രധാന തത്വമാണ്. ഈ തത്വങ്ങൾ, ഈ മുഖവുരകൾ ഇന്ന് മക്ക ഇമാം വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മനുഷ്യനെ കൊണ്ടുള്ളതായ തിജാറത്തുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കൊണ്ടുള്ളതായ ബിസിനസ്, മനുഷ്യന്മാരെ കൊണ്ടുള്ളതായ കച്ചവടം, മനുഷ്യന്മാരെ നിന്യപ്പെടുത്തുക, മനുഷ്യന്മാരുടെ അവകാശത്തെ പിച്ചു ചീന്തുക,
എഴുതുക. അവർക്കുള്ളതായ ഹുഖൂഖുൽ ഇൻസാൻ എന്ന പേരിൽ ഇന്ന് ലോകത്തിൽ പുരോഗതി പ്രാപിച്ച രാഷ്ട്രങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളതായ ഹുഖൂഖുൽ ഇൻസാൻ, അത് ശരിക്ക് സംരക്ഷിച്ച, മനുഷ്യാവകാശം ശരിക്ക് സംരക്ഷിച്ച, അതിനെ ശരിക്ക് സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കാൻ വേണ്ടി എ മുതൽ സെഡ് വരെ ചെറുതും വലുതുമായ സർവ്വ മനുഷ്യന്റെ അവകാശങ്ങൾ കൈകടത്തിയും കൊണ്ട് അതിന് നിയമാവലികൾ ഇറക്കിയതായ, അതിന് വിധിവിലക്കുകൾ ഇറക്കിയതായ, അതിനുവേണ്ടി ധാരാളം ആയത്തുകൾ, ധാരാളം ഹദീസുകൾ വിശദമായിട്ട് വഹിയിലൂടെ അള്ളാഹു അറിയിച്ചതായ ഒരു മതമാണ് ഈ ഇസ്ലാമാകുന്ന മതം. അങ്ങനെയുള്ള മതത്തിന്റെ ഉടമകൾ പഠിക്കേണ്ടതായ തത്വമാണ് മനുഷ്യനെ കച്ചവടം ചെയ്തുകൊണ്ട് മനുഷ്യന്റേതായ അവയവത്തെ കച്ചവടം ചെയ്യാൻ വേണ്ടി മനുഷ്യന് വില വെക്കാതെ അവനെ അപഹരിച്ചു കൊണ്ടുപോയിട്ട് അവന്റെ അവയവത്തെ വിൽക്കുക, അല്ലെങ്കിൽ അവനെ തന്നെ തെറ്റായ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു നാട്ടിൽ നിന്നിട്ട് അവരുടെ നാട് ജനങ്ങൾ ആക്രമിക്കുന്നതായ നാടാണെങ്കിൽ, അല്ലെങ്കിൽ ആ രാഷ്ട്രം ആക്രമിക്കുന്ന നാടാണെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാൻ സൗകര്യമില്ല, അവർക്ക് പ്രയാസമുണ്ട് എന്ന് കാണുമ്പോൾ അങ്ങനെയുള്ള കഴിവുകേടിനെ, ശേഷികേടിനെ, അവരുടെ ശേഷിയില്ലായ്മയെ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവരോട് കള്ള വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് അവരെ അവരുടെ നാട്ടിൽ നിന്നിട്ട് മറ്റു നാടുകളിലേക്ക് ഹിജറ പോകാനുള്ളതായ സൗകര്യം ചെയ്തു കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് പന്താടുക, അവരുടെ അഭിമാനം കൊണ്ട് പന്താടുക, അല്ലെങ്കിൽ അവരുടെ കാശ് കൊണ്ട് പന്താടുക, അവരുടെ പ്രവർത്തനം കൊണ്ട് പന്താടുക, അതെല്ലാം ഒരു ബിസിനസ് മാർഗമാക്കി മാറ്റുക. ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നതായ മഹാപാപങ്ങളിൽ ചില പാപങ്ങളാണ്. മനുഷ്യന്മാരുടെ ഇടയിൽ അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത ഭാഗമാണ് എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ, നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നാം മറ്റുള്ളവരെ നിന്ദ്യപ്പെടുത്താൻ പാടുള്ളതല്ല. കൂട്ടത്തിൽ മക്ക ഇമാം പറയുകയുണ്ടായി, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവര്, അവർ വിദേശികളാവട്ടെ അല്ലാത്തവരാവട്ടെ, അവരെയെല്ലാം നാം അവർക്കുള്ളതായ അവകാശം കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടതും, അവർക്കുള്ളതായ അവകാശത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് നാം സമ്പാദിക്കാൻ വേണ്ടി പാടുപെടുന്നതായ സ്വഭാവം അത് പലപ്പോഴും നടക്കാറുണ്ട് പലയിടങ്ങളിലും. അത് ഗവൺമെന്റിന്റെ നിയമത്തിന് വിപരീതമാണ് എന്നതിന് പുറമെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായ ഭാഷയിൽ എതിർത്തതായ ആ മനുഷ്യന്റെ അവകാശത്തിന് വില വെച്ചു കൊടുക്കാതെ അവനെ നിന്ദ്യപ്പെടുത്തുക, അവനെ നിസ്സാരപ്പെടുത്തുക, അവന്റെ ശേഷികൾ ഉപയോഗപ്പെടുത്തുക, അത് ഇസ്ലാം വിരോധിച്ചതായ ഭാഗമാണ്. അതൊരിക്കലും നാം ചെയ്യാൻ പാടുള്ളതല്ല. ഒരവസരത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദ് എന്ന് പറയുന്നതായ വ്യക്തിയിൽ കൂടി വിട്ടുകടന്നപ്പോൾ, അദ്ദേഹം ദൂരെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടിമയെ അടിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ അടിമയെ ചാട്ടുളി കൊണ്ടോ മറ്റോ അടിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിൽ നിന്നിട്ട് ശബ്ദത്തോടുകൂടി പറയുകയുണ്ടായി, ഇഅ്ലം അബൂ മസ്ഊദ്, അബൂ മസ്ഊദെ അറിയുക, അബൂ മസ്ഊദെ അറിയുക. അബൂ മസ്ഊദ് എന്നതായ സഹാബി പെട്ടെന്ന് ആ അടിമയെ അടിച്ചു കൊണ്ടിരിക്കുന്ന സഹാബി ബാക്കോട്ട് നോക്കിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ആ സംസാരിക്കുന്ന വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശരിക്ക് നിന്നിൽ നിന്നിട്ട് അവകാശങ്ങൾ നേടിയെടുക്കാനും നിന്നെ ശരിക്ക് നീ ചെയ്യുന്നതായ അക്രമത്തിന് പ്രതികാരം നിന്നിൽ നിന്നിട്ടെടുക്കാനും കഴിവുള്ള, ശക്തിയുള്ള മഹാനാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. ഈ ശേഷി കെട്ടതായ ഈ അടിമയെ നീ ദ്രോഹിക്കുമ്പോൾ ആ അടിമക്ക് പ്രാപ്തിയില്ല നിന്നോട് പകരം ചോദിക്കാൻ, അടിമക്ക് കഴിവില്ല നീ ചെയ്യുന്നതായ അക്രമത്തിൽ നിന്നിട്ട് മോചിക്കാൻ. അതേസമയത്ത് അള്ളാഹ്ക്ക് സാധിക്കും നിന്നോട് പകരം ചോദിക്കാൻ എന്നതാണ് അതിന്റെ അർത്ഥം. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സന്ദർഭത്തിൽ ഉടനെ തന്നെ റസൂലാണിത് ബേക്കിൽ നിന്നിട്ട് സംസാരിക്കുന്നത്, ഞാൻ ചെയ്യുന്നതായ ഈ മഹാപാപം റസൂല് കണ്ടു എന്ന് മനസ്സിലാക്കിയതായ അദ്ദേഹം ഞാൻ അള്ളാഹുവിന് വേണ്ടി ആ അടിമയെ എത്തിക്കച്ചെല്ലിയ റസൂലേ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രത്യുത്തരം നൽകിയത്? ഇല്ലം തഫ്അൽ, നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ ലസഅത്കന്നാർ, നിന്നെ തീ സ്പർശിച്ചിരുന്നേനെ, അഥവാ നീ നരകപ്പള്ളിയായി മാറിയിരുന്നേനെ നീ എത്തിക്കച്ചെല്ലിയിട്ടില്ലെങ്കിൽ എന്ന് പറയുകയുണ്ടായി. ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന മഹാപാഠം എന്താണ്? മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്ന ഇസ്ലാമിന്റെ ഒരു ശൈലിയാണ്. മനുഷ്യാവകാശം അത് അടിമയാവട്ടെ, വേലക്കാരനാവട്ടെ, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ജോലിക്കാരാവട്ടെ, അവരെയൊന്നും ഉപയോഗപ്പെടുത്തുക, അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് അവരുടെ അടുക്കലുള്ളതായ പ്രാപ്തിയെല്ലാം ശരിക്കും നാം നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി, നമ്മുടെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി, നമ്മുടെ കച്ചവടം വിജയിക്കാൻ വേണ്ടി, നമ്മുടെ മറ്റു ഭൗതികമായ നേട്ടങ്ങൾ വിജയിക്കാൻ വേണ്ടി അത്
ഉപയോഗപ്പെടുത്തുകയും അവരുടെ അവകാശങ്ങൾ അഥവാ വിദേശികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ വേണ്ടതുപോലെ നിർവഹിക്കാതെ, അത് കൊടുക്കാതെ, അത് അവകാശം നൽകാതെ അവർ ആക്രമിക്കുകയും ചെയ്യുക എന്നതായ ആ പരാക്രമം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല, പാടുള്ളതുമല്ല. അതിലൂടെ ഇവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചിട്ട് അത് പാടില്ല എന്നതിന് പുറമെ ഇസ്ലാം കർശനമായി വിരോധിക്കുന്നതായ ഭാഗമാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമപ്പെടുത്തുകയും അടിമവേല ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അവന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത് പാടുള്ളതല്ല. അത് ഇസ്ലാം കർശനമായ ഭാഷയിൽ വിരോധിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ശൈലി കാണാം. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദന തഹസ്സുനൻ ലിതബ്തഗു അറദൽ ഹയാത്തിദ് ദുനിയ. നിങ്ങളുടെ കീഴിലുള്ളതായ അടിമ സ്ത്രീകളെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ഒരു സ്വഭാവമായിരുന്നു അവരുടെ കൂടെയുള്ളതായ അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് അവർ വ്യഭിചരിച്ച കാശ് കൊണ്ട് മറ്റുള്ളവർ ജീവിക്കുക. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നതായിട്ട് കാണാം. അപ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്, നാം മറ്റുള്ളവരുടെ അവകാശത്തിൽ കൈയിടുക, അവകാശം നമുക്ക് അർഹതയില്ലാത്ത, നമുക്ക് അനുവദനീയമല്ലാത്ത, നമുക്ക് ഹലാലല്ലാത്തതായ ആ കാര്യങ്ങളെ, ആ സമ്പത്തുകളെ, ആ കഴിവുകളെ അത് നാം ചൂഷണം ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക, അതൊക്കെ ഇസ്ലാം വളരെ വളരെ കർശനമായ ഭാഷയിൽ എതിർത്തതായ ഭാഗമാണ്. നാം കേട്ടതായ ആയത്ത് തന്നെ അതിനുള്ളതായ തെളിവാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ളതായ മഹാപാപങ്ങൾ വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. അത് തട്ടിപ്പിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായ പേര് പറഞ്ഞിട്ടോ പല രൂപത്തിലും പല ശൈലിയിലും അത് പ്രകടമാകുന്നതായിട്ട് കാണാം. ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളും ഉണ്ട് എന്നതാണ്. അത് അതിർത്തി സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ വ്യാപകമായി കാണുന്നത്. യമനിന്റെ അതിർത്തിയാവട്ടെ, സൗദി അറേബ്യയുടെ ഭാഗത്തിൽ സിറിയയുടെ ഭാഗമാകുന്ന അതിർത്തിയാവട്ടെ, അവിടെയെല്ലാം സംഭവിക്കുന്നത് തെറ്റായ ശൈലികളിൽ പെട്ടതായ ചിലതാണത്. അത്തരം കാര്യങ്ങളിലേക്കായിരുന്നു മക്ക ഇമാമ സൂചിപ്പിച്ചത്. അതൊക്കെ ഇസ്ലാം വിരോധിച്ചതും പാടില്ലാത്തതുമാണ്. എന്നാണ് ഖുർആൻ പറഞ്ഞത്. നാം ആരോടെങ്കിലും കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ കടം കൃത്യസമയത്ത് തന്നെ നാം അവരോട് വീട്ടാമെന്ന് പറഞ്ഞതായ അതേ സമയത്ത് തന്നെ വീട്ടാൻ വേണ്ടി പാടുപെടുക. അഥവാ അതിനുള്ളതായ കഴിവ് നമ്മുടെ അടുക്കൽ ആ വീട്ടേണ്ടതായ ടൈം വരുമ്പോൾ ഇല്ലെങ്കിൽ, നാം ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങിയ വ്യക്തിക്ക് കടം വീട്ടാനുള്ള സൗകര്യമില്ലെങ്കിൽ അവർക്ക് ടൈം കൊടുക്കുക. ഏതുവരെ? അവർക്ക് കാശ് മടക്കിത്തരാൻ സാധിക്കുന്ന ടൈം വരുന്നത് വരേക്കും. എന്നല്ലാതെ അത്തരം സന്ദർഭങ്ങളിൽ മക്കക്കാർ കാട്ടിയതുപോലെ, കാഫിരീങ്ങൾ പണ്ട് കാട്ടിയതുപോലെ, ആ ജാഹിലിയ കാലഘട്ടക്കാർ കാട്ടിയതുപോലെ ചൂഷണം ചെയ്യലല്ല പലിശയ്ക്ക് വേണ്ടി. അതും കർശനമായ ഭാഷയിൽ അള്ളാഹു വിരോധിച്ചതായ ഭാഗമാണ്. ആ നീ കടം കൊടുത്ത വ്യക്തിക്ക് അതിന്റെ കൃത്യസമയത്ത് കടം വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന് കഴിവുള്ള സമയം വരെ അവൻ നീട്ടിക്കൊടുക്കുക എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു കൽപ്പിച്ചത്. എന്നല്ലാതെ അതിന് പകരം അവനോട് പലിശ വാങ്ങാൻ വേണ്ടിയല്ല കൽപ്പിച്ചത്. അവൻ തരാനുള്ളതായ കാശ് അവൻ ആ സമയത്ത് തന്നിട്ടില്ലെങ്കിൽ കൂടുതൽ തരേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തേണ്ടതല്ല എന്ന അർത്ഥത്തിലേക്ക്. അതും മനുഷ്യ സമ്പത്തിന്റെ, മറ്റുള്ളവരുടെ സമ്പത്തിന്റെ അവകാശത്തിൽ കൈകടത്തുന്ന ഭാഗങ്ങളിൽ പെട്ടതാണ്. അതും ഇസ്ലാം കർശനമായ ഭാഷയിൽ വിരോധിച്ചതാണ്. അതിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പല തെറ്റുകൾ, പല ദോഷങ്ങൾ വരുന്നതായ സന്ദർഭത്തിൽ അതിന് പകരമായിട്ട് എന്ന് അള്ളാഹു പറയുന്ന കാണാം. ഒരു അടിമയെ മോചിപ്പിക്കുക. സഹാബാക്കളൊക്കെ അടിമയെ മോചിപ്പിക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ധാരാളം അടിമകളെ മക്കയിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെടുന്ന, ആ ഇസ്ലാമായത് കാരണത്താൽ, മുസ്ലിങ്ങളായത് കാരണത്താൽ ബിലാലിനെ പോലത്തതായ ആ മഹാത്മാക്കളായ നമ്മുടെ നേതാക്കളെ അവരുടെ സയ്യിദമാര് ആക്രമിക്കുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തവരെ അവരെ വിലക്ക് വാങ്ങിയിട്ട്, പറയുന്ന കാശ് കൊടുത്ത് വാങ്ങിയിട്ട് അള്ളാഹുവിന് വേണ്ടി അവരെ മോചനം ചെയ്തതായ രൂപങ്ങൾ നമുക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ അല്ലെങ്കിൽ ആ മുൻപന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാവുന്നതായ ചരിത്രങ്ങളിൽ, ഹിസ്റ്ററിയുടെ ആ സുന്ദരമായ ഭാഗങ്ങളിൽ പെട്ടതാണ് അവ. അതിൽ പെട്ടതാണ് എന്ത്? അടിമകളെ മോചിപ്പിക്കുക എന്നത്. അടിമകളെ മോചിപ്പിക്കാനുള്ളതായ ചുറ്റുപാടും സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി എത്ര കണ്ട് സാധിക്കുന്നു അത്ര കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളതായ കൊള്ളുന്ന അറിയപ്പെടുന്നതായ സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും മുസ്ലിങ്ങളും കീഴടക്കി കഴിഞ്ഞാൽ അവരുമായി ബന്ധമുണ്ടാക്കിയതിന്റെ ശേഷം ആ ബന്ധമുണ്ടാക്കുന്നത് കാരണത്താൽ റസൂലുമായി ബന്ധപ്പെട്ട, റസൂലുമായി റഹ്മുള്ള, റസൂല് കല്യാണം കഴിച്ച പെണ്ണിന്റെ കുടുംബമല്ലേ, അവരെ നാം അടിമകളാക്കി നിർത്താൻ ശരിയല്ല എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ട് എത്രയോ യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവർത്തനത്തിലൂടെ സഹാബാക്കൾ കീഴടക്കിയതായ അവരുടെ ഓഹരിയിൽ വന്നവരായ അടിമകളെ, അടിമ സ്ത്രീകളെയെല്ലാം മോചിക്കാൻ കാരണമായി തീരുന്നു. അതുപോലെ നാം ആദ്യം കേട്ടതായ ഖുർആനിലുള്ളതായ പല പല ആയത്തുകളിൽ പല പല തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് അടിമകളെ മോചിപ്പിക്കുക എന്നതായ ആ മഹാ ഇബാദത്ത്, ആ മഹാ സൽക്കർമ്മം, അത് ഇസ്ലാം പ്രേരണ നൽകുന്നതായ ഒന്നാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലൂടെയും നമുക്ക് പഠിക്കാമെന്ത് മനുഷ്യാവകാശത്തിൽ എത്ര കണ്ട് ഇസ്ലാം അതിന് വില നൽകി, അതിന് നില നൽകി. ആ മനുഷ്യാവകാശത്തിനുള്ളതായ വിലയും നിലയും നാമും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യിപ്പിക്കാൻ, ജോലി ചെയ്യിപ്പിക്കാനുള്ളതായ ചുറ്റുപാട് വരുന്നുവോ അപ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞതായ ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും അലൈക്കും ഹറാം എന്ന് പറഞ്ഞതായ നിങ്ങളുടെ അഭിമാനങ്ങൾ, നിങ്ങളുടെ ചോര, നിങ്ങളുടെ സമ്പത്ത് അതെല്ലാം നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ അറഫയുടെ മിനയുടെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞതായ ഭാഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നതായ ശൈലികളാണ്. അതൊക്കെ മനുഷ്യാവകാശം പറയുമ്പോൾ പറയേണ്ടതായ ഭാഗമാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഗ്രഹിച്ച് മനസ്സിലാക്കി ജനങ്ങളോട് പെരുമാറുമ്പോൾ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത മറ്റുള്ളവർക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഗവൺമെന്റ്, സൗദി ഗവൺമെന്റ് നമുക്ക് അറിയാവുന്നതുപോലെ മക്ക ഇമാം പറഞ്ഞതുപോലെ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ നിയമങ്ങളും നിയമാവലികളുമാണ്, വിധിവിലക്കുകളുമാണ് ഇതിന്റെ ഭരണകൂടത്തിന്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം മനുഷ്യന് നൽകുന്നതായ അവകാശങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി നൽകാൻ വേണ്ടി ഇവിടുത്തതായ നിയമം അനുസരിച്ചിട്ട് ഇവിടുത്തെ നേതാക്കൾ പരിശ്രമിക്കുന്ന ശൈലികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനിടയിൽ വരുന്നതായ പ്രജകളിൽ നിന്നിട്ട് അറിവില്ലാത്തവർ കാട്ടുന്നതായ എന്തെല്ലാം തെറ്റായ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ അത് മാറ്റിവെച്ചുകൊണ്ട് നാം ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമാകുന്ന മതം അത് നടപ്പാക്കാൻ പറ്റുന്ന മതമാണ്, അതിന് മാത്രമേ ലോകത്തിൽ ശാന്തിയും സമാധാനവും വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നതായ ശൈലിയായിരിക്കണം നാം അംഗീകരിക്കേണ്ടത്. നമ്മുടെ ഭരണകൂടത്തിലൂടെ അങ്ങനെയാണ് നാം പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലൂടെ നാം അങ്ങനെയാണ് മറ്റുള്ളവർക്ക് പഠിപ്പിക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഇന്ന് മക്ക ഇമാം ഊന്നിപ്പറഞ്ഞതായ ഭാഗമായിരുന്നു. അപ്പോൾ ഒരാൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ, ആ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ തന്നെ അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവൻ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുവാനും മരണം വരെ അതിനു വേണ്ടി പടപൊരുതുവാനും മരണം വരെ അതിനു വേണ്ടി കച്ചകെട്ടി പുറപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് ആഴത്തിലിറങ്ങി പഠിക്കുവാനും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാനും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അതൊക്കെ പ്രേരണ നൽകുന്നതാണ്. അതൊക്കെ അതിൽ അവൻ ഉറച്ചു നിർത്തുകയും അതിൽ നിന്നിട്ട് വ്യതിചലിച്ച് പോകാതിരിക്കാൻ വേണ്ടി അവർ പാടുപെടുന്നതും അവൻ ഭാവി ജീവിതം ആസകലം മരണം വരെ ഈ മതത്തിന്റെ അനുയായിയായി, ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയ വ്യക്തിയായി ജീവിക്കണം എന്നതായ ആ ആഗ്രഹവും ആ തീരുമാനത്തിലേക്കുമായിരിക്കും സത്യവിശ്വാസി എത്തുക ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തെ ജീവിതത്തിൽ പകർത്തുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക നിയമത്തെ നമ്മുടെ ഭരണകൂടത്തിൽ പകർത്തുമ്പോൾ ഉണ്ടാകുന്നതായ ശൈലി ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും വീണ്ടെടുക്കുവാനും അവരുടെ ഇടയിലുള്ളതായ ആ അരക്ഷിതാത്വം, എന്തെല്ലാം മനുഷ്യന്മാരുടെ ഇടയിൽ പാടില്ലാത്തതായ ആ മനുഷ്യാവകാശത്തിന് കോട്ടം തട്ടുന്നതായ ശൈലികളുണ്ടല്ലോ, അതിനെയെല്ലാം അറുതി വരുത്തുവാനും ഇസ്ലാമാകുന്ന ആ മതത്തിന്റെ ആ ഭരണകൂടത്തിലൂടെ, ആ നിയമാവലികളിലൂടെ, ആ വിധിവിലക്കുകളിലൂടെ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. മുസ്ലിം നേതൃത്വങ്ങൾക്ക് അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ സാധിച്ചതുപോലെ അതിലൂടെ ഇസ്ലാമാകുന്ന മതം ലോകവ്യാപകമാകാൻ കാരണമായതുപോലെ ഈ കാര്യങ്ങൾ നാം വളരെ ഗൗരവത്തിൽ കൂടി ചിന്തിക്കേണ്ടതായ ഭാഗമാണ്. മനുഷ്യാവകാശത്തിൽ കൈകടത്തുകയോ അല്ലെങ്കിൽ അവരെ നിന്ദ്യരാക്കുകയോ അവരിൽ നിന്നിട്ട് പലരെയും തട്ടിക്കൊണ്ടുപോയി അവയവങ്ങൾ വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയോ അവരുടെ സമ്പത്തിൽ കൈകടത്തുകയോ അവരുടെ അഭിമാനത്തെ പിച്ചു ചിന്തുന്നതിൽ കാരണക്കാരാവുകയോ ചെയ്യരുത് എന്നതാണ് ചുരുക്കത്തിൽ ഇന്ന് മക്ക ഇമാമ സൂചിപ്പിച്ചതായ അല്ലെങ്കിൽ വിശദീകരിച്ചതായ ചില ഭാഗങ്ങൾ. അതുപോലെ മദീനയിൽ ഇന്ന് ഹുദൈഫി ആയിരുന്നു സംസാരിച്ചത്, മക്കയിൽ സംസാരിച്ച സഊദ് ഷറീമാണ്. മദീനയിൽ സംസാരിച്ച സംസാരത്തിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് കുതിച്ചു വരിക എന്നതായ ഹദീസുകളൊക്കെ അദ്ദേഹം ഓതിയ കൂട്ടത്തിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഖദ്ദിമൂ ലി അൻഫുസിക്കും അഖീമുസ് സ്വലാത്ത വആതു സകാത്ത വമാ തുഖദ്ദിമൂ ലി അൻഫുസിക്കും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅളമ അജ്റ എന്ന ആയത്തുകളൊക്കെ ഇന്ന് മദീന ഇമാം വളരെ നീട്ടി വലിച്ചു ഓതിയതായിട്ട് കാണാം. നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണ്, ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്, ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
നൽകിയതായ ആ വിശാലമായ ആഫിയത്തിലൂടെ, ആരോഗ്യത്തിലൂടെ, സമ്പത്തിലൂടെ, കഴിവിലൂടെ നാം എന്തെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അത് സമർപ്പിച്ചുകൊണ്ട് പരലോകമോക്ഷം നേടുവാനും ഇഹലോക വിജയം നേടുവാനും നാം പരിശ്രമിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഒമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ, എന്തെല്ലാം നന്മകൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നുവോ തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ അത് ലഭിക്കുക തന്നെ ചെയ്യും. ഹു ഖൈറൻ വഅഅളമ അജ്റ, അതിനേക്കാളും ഉത്തമമായതായ രൂപത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത് ലഭിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കുതിച്ചു ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന അർത്ഥത്തിലേക്ക് വഖദ്ദിമൂ ലിഅൻഫുസികും, നിങ്ങളുടെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, നിങ്ങളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അനിവാര്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യുക. കഫാ ബിൽ മൗതി വഇള എന്ന ഹദീസ് കൂടി മദീന ഇമാം ഓതിയതായിട്ട് കേൾക്കാം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഖുതുബയിൽ. മരണം മതി നമുക്ക് വഇളാവാൻ, മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നമുക്ക് സത്യത്തിലേക്ക് മടങ്ങാൻ, മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നമുക്ക് അള്ളാഹുലേക്ക് കുതിക്കാൻ, ഓടി രക്ഷപ്പെടാൻ നരകത്തിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിപൂർണ പിന്തുടർച്ച കൈകൊണ്ട് ജീവിക്കാൻ അത് ഓർത്താൽ തന്നെ മതി. അക്തിറു ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, എല്ലാ ആഗ്രഹങ്ങൾ, എല്ലാ രുചികൾ മുറിച്ചു കളയുന്നതായ ആ ചിന്ത നിങ്ങൾ ചിന്തിക്കുക. അതേത് ചിന്തയാണ്? ഞാൻ മരിക്കുമല്ലോ, ഞാൻ ഇപ്പോൾ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എപ്പം കഴിഞ്ഞാൽ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും മരിക്കേണ്ടതാണ്. നിരീശ്വരവാദി വരെ, നിർമ്മതവാദി വരെ, അള്ളാഹുൽ വിശ്വസിക്കാത്തത് വരെ എല്ലാവരും വിശ്വസിക്കുന്ന, എല്ലാവരും ഉറപ്പാക്കിയ ഒന്നാണ് എന്ത്? മരിക്കേണ്ടി വരും എന്നതായ കാര്യം. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലിന്റെ കൽപ്പനയാണ് നിങ്ങൾ അത് ചിന്തിക്കുന്നതിൽ വർധനവ് കാട്ടുക, അഥവാ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. അത് പഴഞ്ചനല്ല, അഥവാ മരണത്തെക്കുറിച്ച് ചിന്തിക്കൽ പഴഞ്ചൻ സ്വഭാവമല്ല, മറിച്ച് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അള്ളാഹുലേക്ക് കുതിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പഠിച്ച് മനസ്സിലാക്കി വിധികൾ നടപ്പാക്കുവാൻ, വിലക്കുകൾ ഒഴിഞ്ഞു നിർത്താൻ അത് പ്രേരണ നൽകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം ബാദിറൂ ബിൽ അമാലി സബ്അ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അള്ളാഹുലേക്ക് കുതിച്ചു ചെല്ലുക. ഹൽ തൻതദറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, നിങ്ങളുടെ എല്ലാ ജീവിച്ച ആ ഐശ്വര്യ കാലഘട്ടത്തെ മറപ്പിച്ച് കളയുന്നതായ ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു പക്ഷേ ഇപ്പോഴുള്ളതായ സമ്പത്തിനോട് വിടവാങ്ങേണ്ടി വരും. ആ സമ്പത്ത് പോകും, ആ വിസ പോകും, ആ ബിസിനസ് പോകും, ആ വ്യാപാരം പോകും. അതെല്ലാം പോയിട്ട് അവസാനം ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദാരിദ്ര്യം വന്നാൽ പിന്നെ നിന്റെ കൂടെ കാശുണ്ടായ, നിന്റെ കൂടെ മില്യനുകൾ ഉണ്ടായ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായ ധർമ്മം നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നീ അതിനെയാണോ പ്രതീക്ഷിക്കുന്നത്? അതുപോലെ തന്നെ ഗിനൻ മുത്തദിയ, അല്ലെങ്കിൽ മിതമായ രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അത് ശരിക്കും ഉപയോഗപ്പെടുത്താതെ അവൻ നല്ല ഐശ്വര്യവാനായതിന്റെ ശേഷം ഞാൻ അള്ളാഹുവിനെ ആരാധിക്കാം, ഞാൻ അള്ളാഹുവിന്റെ ധർമ്മം ചെയ്യാം, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ചെലവഴിക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഗിന നിന്നെ ഒരു പക്ഷേ ഗിന നിന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കാശ് ഡോളർ നിന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്ന, മനുഷ്യൻ എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ തുനിയുന്നത്? അവൻ കാശുള്ള ആളായി മാറുന്ന സന്ദർഭത്തിലാണ്. അങ്ങനെയുള്ള തുകിയാനായി മാറുന്നതായ കാശ് ആണോ നീ പ്രതീക്ഷിക്കുന്നത്? ഔ മർളൻ മുഫ്സിദ, നിനക്ക് ഇപ്പോൾ അമൽ ചെയ്യാൻ പറ്റുന്നതായ ആരോഗ്യമുണ്ട്, ഇപ്പോൾ നിനക്ക് നിസ്കരിക്കാൻ പറ്റുന്നു, നിന്റെ മുതുവള ശരിക്ക് ചേറില്ലാതെ തന്നെ നിനക്ക് നിസ്കരിക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റുന്നതായ ആരോഗ്യം നിന്നിലുണ്ട്. അഥവാ നീ പ്രതീക്ഷിക്കുന്നത് നീ രോഗത്തെയാണോ പ്രതീക്ഷിക്കുന്നത്? നിനക്ക് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നിന്റെ മുതു വളയുന്നതല്ല, നിനക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്നതല്ല, നിനക്ക് നിൽക്കാൻ സാധിക്കുന്നതല്ല, നിനക്ക് പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല, നിന്റെ കാല് വളയുന്നതല്ല, നിനക്ക് ചേർ ഉപയോഗിച്ചാൽ വരെ മറ്റുള്ളവർ തള്ളാൻ ഇല്ലെങ്കിൽ, മറ്റുള്ളവർ നിനക്ക് സഹായിയായി ഇല്ലെങ്കിൽ നിനക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഉള്ളതായ ആരോഗ്യം ശരിക്കും ഉപയോഗപ്പെടുത്തിയും കൊണ്ട് നീ അള്ളാഹുലേക്ക് മടങ്ങുക. നീ ഇങ്ങനെയുള്ള ഇത്തരം റസൂൽ പറഞ്ഞതായ ഈ 7 കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് പെട്ടെന്ന് ചെയ്തുകൊണ്ട് അതിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ വന്നുപോയാൽ തടസ്സം വരുന്നതായ തടസ്സങ്ങളെ നിങ്ങൾ മാറ്റിവെക്കാൻ
ഒഴിവാക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എന്ന് പറയും പോലെ ഔ ഹറമൻ മുഫ്നിദ അല്ലെങ്കിൽ മുഫന്നിദ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹറമ് വന്നു കഴിഞ്ഞാൽ, വാർദ്ധക്യം പൂണ്ടു കഴിഞ്ഞാൽ, ആ വാർദ്ധക്യം പൂണ്ടു കഴിയുന്ന സന്ദർഭത്തിൽ, നിങ്ങൾ യുവാക്കളായിരുന്ന സന്ദർഭത്തിൽ, നിങ്ങൾ യുവതികളായിരുന്ന സന്ദർഭത്തിൽ ചെയ്തതായ അമൽ സാലിഹാത്തുകൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അമൽ സാലിഹാത്തുകളെ സൗഫ സീൻ എന്നതായ പദം ഉപയോഗിച്ചുകൊണ്ട് പിന്നെയാവാം, ശേഷമാവാം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് പാടുള്ളതല്ല. അത് അപകടമാണ്. കാരണം നിങ്ങളുടെ കൂടെയുള്ളതായ ഈ ആരോഗ്യം, നിങ്ങളുടെ കൂടെയുള്ളതായ ഈ ഇൻട്രസ്റ്റും ആവേശവും ഇപ്പോഴുണ്ടെങ്കിലും നാളെ ഉണ്ടായിക്കോളണമെന്നില്ല, പിന്നെ ഉണ്ടായിക്കോളണമെന്നില്ല. അതുകൊണ്ട് പിന്തിപ്പിക്കരുത്, നീട്ടിവെക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഔ മൗതൻ മുജ്ഹിസ, അല്ലെങ്കിൽ നിങ്ങളെ നിർത്തി ഇരുത്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ നിശ്ചലരാക്കി കളയുന്ന മരണത്തെയാണോ പ്രതീക്ഷിക്കുന്നത്? മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ റബ്ബിർജിഊൻ, ഒന്ന് എന്നെ മടക്കൂ റബ്ബേ, ലഅല്ലി അഅമൽ സാലിഹ, ഞാനൊന്ന് സൽക്കർമ്മം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല ആ സന്ദർഭത്തിൽ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അർത്ഥശൂന്യമായ പദമാണ് അവൻ പറയുന്നത്. തീർച്ചയായിട്ടും വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവൻ ബർസഖിയ ലോകത്തെ പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ ബർസഖിയ ലോകത്തെ നേരിടാൻ പോവുകയാണ് എന്നല്ലാതെ അവന് ഒരു നിമിഷം പോലും പിന്തിപ്പിച്ച് കിട്ടുന്നതല്ല എന്ന് പറയപ്പെടാൻ പോകുന്ന രംഗം വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള മരണത്തെയാണോ നീ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ദജ്ജാലിനെയാണോ? ദജ്ജാല് വരാൻ പോകുന്നതായ പരാക്രമങ്ങളിൽ, വരാൻ പോകുന്നതായ ഷർറിൽ ഏറ്റവും വലിയ ഷർറാണ്. അങ്ങനെയുള്ളതായ ആ സന്ദർഭത്തിലും തൗബ ചെയ്തിട്ടോ പശ്ചാത്തപിച്ചിട്ടോ മടങ്ങാൻ തീരുമാനിച്ചിട്ടോ പ്രയോജനമില്ല. അതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് അവകൾ നിട്ട് മോചിക്കാൻ, അഥവാ ആ കാലഘട്ടങ്ങൾ വരുന്നതിന് മുമ്പ്, ഈ ചുറ്റുപാടുകൾ വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതായ ആ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി പാടുപെടുക. അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെയാണോ പ്രതീക്ഷിക്കുന്നത്? ഖിയാമത്ത് നാളാണെങ്കിൽ ഏറ്റവും കൈപ്പുള്ളതായ, ഏറ്റവും വെറുപ്പുള്ളതായ, ഏറ്റവും പ്രയാസമുള്ളതായ ഭയാനകരമായ രംഗമാണ്. അങ്ങനെയുള്ള 7 രംഗങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി, ആ രംഗങ്ങൾ എത്തുന്നതിന് മുമ്പ്, ആ ചുറ്റുപാടുകൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഓടി വരിക അള്ളാഹുലേക്ക് സൽക്കർമ്മങ്ങളിലൂടെ, പശ്ചാത്തപത്തിലൂടെ, തൗബയിലൂടെ എന്നാണ് ഹദീസിന്റെ അർത്ഥം. അങ്ങനെയുള്ളതായ നീണ്ട പ്രസംഗമാണ് ഇന്ന് ഹുദൈഫി മദീനയിൽ വെച്ചിട്ട് പ്രസംഗിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലുള്ളതായ മസ്ജിദുൻ നബവിയിലുള്ള റസൂലുള്ളാഹി പണ്ട് ഖുതുബ ഓതിയതായ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നടന്നതായ ഇന്നത്തെ ഖുതുബയിലുള്ളതായ ഷോർട്ടായ ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്ക് പരിഗണിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അള്ളാഹുലേക്ക് എല്ലാ സമയത്തിലും എല്ലാ ടൈമിലും പ്രശ്ന മനുഷ്യന്മാരായി അള്ളാഹുലേക്ക് അവനവനാൽ സാധിക്കുന്ന രൂപത്തിൽ അവൻ സൽക്കർമ്മം ചെയ്ത് ഇബാദത്ത് ചെയ്ത്, അവൻ പണ്ഡിതനാണെങ്കിലും പ്രബോധനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും അവൻ അള്ളാഹു നൽകിയതായ സർവ്വ കഴിവുകളെ അള്ളാഹുവിന് വേണ്ടിയും അള്ളാഹുവിന്റെ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയും, പ്രത്യേകിച്ച് തൗഹീദ്, ഏകദൈവ വിശ്വാസം, അതിൽ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തീർത്ത് പറഞ്ഞതാണ്. ആരെങ്കിലും തൗഹീദ് ഉൾക്കൊള്ളാതെ അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടോ അവർക്ക് നേർച്ചയാക്കിയും കൊണ്ടോ അവർക്ക് അർത്ഥകൊണ്ടോ ആണ് ജീവിച്ചതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് പറഞ്ഞതാണ്, അള്ളാഹു ശിർക്കിനെ പുറത്തു തരുന്നതേ അല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കല്ലാത്തതായ എല്ലാം അള്ളാഹു പുറത്തു തരാൻ സാധ്യതയുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാപാപമാകുന്ന ആ ശിർക്കിൽ നിന്നിട്ട് മോചിച്ചുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതായ ഇന്ന് മദീന ഇമാം സൂചിപ്പിച്ച, മക്ക ഇമാം സൂചിപ്പിച്ചതായ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നാം ഒരു സത്യവിശ്വാസി എന്ന രൂപത്തിൽ നടപ്പാക്കേണ്ടതായ ഭാഗങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കി അള്ളാഹുലേക്ക് കുതിക്കാൻ ഓരോരുത്തരും പാടുപെടുക. അതിന് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.